ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു രസകാളൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വരൂ. ആദ്യം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് മത്തനും കുമ്പളങ്ങയും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 തണ്ട് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ പുളിവെള്ളവും 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്നിളക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. കുമ്പളങ്ങയും മത്തനും വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകവും 1 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് അരച്ച് കൊണ്ടുവരാം. ഞാനിവിടെ നന്നായി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വേവാൻ വെച്ച കുമ്പളങ്ങയും മത്തങ്ങയും എന്തായി എന്ന് നോക്കാം. കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. അതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം. ഇനി അതിനെ 5 മിനിറ്റ് ഇളക്കി നന്നായി തിളയ്ക്കാൻ അനുവദിക്കാം. 5 മിനിറ്റിന് ശേഷം 2 ടേബിൾ സ്പൂൺ ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുക്കാം. അരപ്പെല്ലാം കഷ്ണങ്ങളിൽ പിടിച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം 1 കപ്പ് തൈര് ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കാം. എന്നിട്ട് ചെറിയ തീയിൽ തൈരൊന്ന് ചൂടായി വരട്ടെ. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ തിളയ്ക്കാൻ അനുവദിക്കരുത് കേട്ടോ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തൈര് ചൂടായി കഴിയുമ്പോൾ അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വറവലിന് വേണ്ടി ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ ചെറിയ ഉള്ളി ചെറുതായി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഉള്ളിയുടെ നിറം ചെറുതായി മാറി വരുമ്പോൾ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1/4 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ രസകാളം റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.